അമ്മാളു. രചന ഭദ്രലക്ഷ്മി. അമ്മാളു, നീ രാവിലെ എങ്ങോട്ടാ പിന്നെ ഓടുന്നേ? നിനക്കിന്ന് ക്ലാസ്സിൽ പോകാനില്ലേ? ഉമ്മറത്തേക്കിറങ്ങി അമ്മാളു ധൃതിയിൽ ചെരുപ്പിടുമ്പോഴാണ് അമ്മ മാലതി കയ്യിൽ ചട്ടുകവുമായി അങ്ങോട്ട് വന്നത്. ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമേ. അമ്മാളു നടവഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പോയിട്ട് വേഗം ഇങ്ങ് വരണേ. ഇന്ന് മാളിയേക്കലെ കൊച്ചിൻ്റെ കല്യാണാ, അമ്പലത്തിൽ വെച്ച്. അതിൻ്റെ തിക്കും തിരക്കും തുടങ്ങുന്നതിന് മുമ്പ് വേഗം തൊഴുതു പോരെ, അല്ലെങ്കിൽ ക്ലാസ്സിലെത്താൻ വൈകില്ലേ? മാലതി വിളിച്ചു പറഞ്ഞു. ആ, ഞാൻ വേഗം ഇങ്ങ് എത്തിക്കോളാം. ഞാൻ വരുമ്പോഴേക്കും അമ്മ ചോറും കറിയൊക്കെ പാത്രത്തിലെടുത്ത് വയ്ക്കുക. വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനും നേരം കിട്ടിയെന്ന് വരില്ല. അമ്മാളു നടക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. കൂലിപ്പണിക്കാരനായ ദാസൻ്റെയും വീട്ടമ്മയായ മാലതിയുടെയും മൂത്ത മകളാണ് അമ്മാളു. അവൾക്ക് താഴെ 2 പെൺകുട്ടികളുണ്ട്. അവരുടെ നാട്ടിലെ ഏറ്റവും ധനികരായ കുടുംബമാണ് മാളിയേക്കൽ തറവാട്ടുകാർ. അമ്മാളു കുഞ്ഞായിരുന്ന സമയത്ത് മാലതി സ്ഥിരമായി മാളിയേക്കൽ തറവാട്ടിൽ അടുക്കളപ്പണിക്ക് പോകാറുണ്ടായിരുന്നു. പിന്നെ അടുപ്പിച്ച് 2 പ്രസവവും കുട്ടികളെ നോക്കലുമൊക്കെ ആയപ്പോൾ മാലതിക്ക് നിന്ന് തിരിയാൻ നേരം കിട്ടിയില്ല. അമ്മാളുവിനേക്കാൾ 8 വയസ്സിനും 7 വയസ്സിനും ഇളയതാണ് അവളുടെ അനിയത്തിമാർ. അവരെ നോക്കാനും വളർത്താനും മാലതിയേക്കാൾ ഉത്സാഹം അമ്മാളുവിനായിരുന്നു. ഇപ്പോൾ അമ്മാളു ഡിഗ്രി കഴിഞ്ഞ് PSCക്ക് പഠിക്കുകയാണ്. 3 വർഷമായി അവൾ സ്ഥിരമായി PSC പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. അവൾക്ക് താഴെയുള്ള അനിയത്തിമാർ 8ലും 7ലുമാണ് പഠിക്കുന്നത്. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നതിനാൽ ദാവണിത്തുമ്പ് തലയിലേക്കിട്ട് പാവാട അല്പമൊന്ന് ഉയർത്തിക്കൊണ്ട് അമ്മാളു പാടവർമ്മത്തോടി അമ്പലത്തിലേക്ക് ഓടിപ്പോയി. അമ്പലപ്പടവുകൾ കയറി ചെല്ലുമ്പോഴേ മാളിയേക്കൽ കുടുംബം മൊത്തം അമ്പലത്തിൽ തടിച്ചുകൂടി നിൽക്കുന്നത് അമ്മാളു കണ്ടു. ഇന്ന് മാളിയേക്കലെ ശിവദാസൻ്റെയും അംബികയുടെയും ഇളയ മകൻ അനൂപിൻ്റെ കല്യാണമാണ്. വൈകുന്നേരം മാളിയേക്കൽ തറവാട്ടിൽ വെച്ച് നടത്തുന്ന റിസപ്ഷന് നാട്ടുകാരെ മൊത്തം ക്ഷണിച്ചിട്ടുമുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അമ്മയുടെയും അനിയത്തിയുടെയും കൂടെ മാളിയേക്കൽ വീട്ടിൽ റിസപ്ഷനൊക്കെ പോയിട്ട് നന്നായി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരണമെന്ന് ആലോചിച്ചാണ് അവൾ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. എൻ്റെ ദേവി, PSC എഴുതി എനിക്ക് ഏതെങ്കിലും ഒരു തസ്തികയിൽ ഒരു ജോലി ശരിയാക്കി തരണേ. എനിക്കൊരു ജോലി കിട്ടിയാൽ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട് അത്രയെങ്കിലും കുറഞ്ഞു കിട്ടും. ഈ 3 വർഷത്തിനിടയ്ക്ക് ഞാൻ എത്ര പരീക്ഷ എഴുതി. ഏതെങ്കിലും ഒന്നിൽ നീ എന്നെ തുണയ്ക്കണേ ഭഗവതി. ദേവിക്ക് മുൻപിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ അമ്മാളുവിൻ്റെ ഹൃദയം തുടിച്ചു. വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട് ഓർത്തപ്പോൾ അവളുടെ മിഴികൾ അറിയാതെ തന്നെ നിറഞ്ഞു. തുളസിക്കതിർ ചൂടിയ അവളുടെ മുഖത്തുമ്പിൽ നിന്നും വെള്ളം അവളുടെ ധാവണിയുടെ പിൻഭാഗത്ത് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. നിതംബം മറഞ്ഞു കിടക്കുന്ന അവളുടെ ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ മുടിയങ്ങനെ അഴിഞ്ഞു കിടന്നു. കരിമഷി എഴുതിയ ഉണ്ട കണ്ണുകളും തുടുത്ത കവിളും നിതംബം മറിഞ്ഞ മുടിയുമാണ് അവളുടെ ഭംഗി. വയസ്സ് 23 കഴിഞ്ഞെങ്കിലും ഇപ്പോഴും കുട്ടിത്തം വിട്ടുമാറാത്ത മുഖമാണ് അമ്മാളുവിൻ്റേത്. തൻ്റെ സങ്കടങ്ങളെല്ലാം ദേവിക്ക് മുൻപിൽ ഇറക്കി വെച്ചപ്പോൾ പെയ്തൊഴിഞ്ഞ കാർമേഘം പോലെ അവളുടെ മനസ്സ് തെളിഞ്ഞു വന്നു. ദേവിയെ തൊഴുതിട്ട് അമ്മാളു നാലമ്പലത്തിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി. തിരികെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് അമ്മാളു സർവാഭരണ വിഭൂഷിതയായി മണ്ഡപത്തിലേക്ക് കയറുന്ന മാളിയേക്കൽ അനൂപിൻ്റെ നവവധു ആര്യയെ കാണുന്നത്. അനൂപിൻ്റെ കല്യാണത്തെക്കുറിച്ച് കേട്ടെങ്കിലും അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ആരാണെന്ന് അമ്മാളു അറിഞ്ഞിട്ടില്ലായിരുന്നു. പഠിക്കുന്ന തിരക്കിനിടയിൽ സത്യം പറഞ്ഞാൽ അവൾക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ നേരവുമില്ല. പക്ഷേ ഇന്ന് ആര്യ തൻ്റെ കുട്ടിക്കാലത്ത് അമ്മാളുവിൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച കുട്ടിയാണ്. അവളുടെ അച്ഛന് ട്രാൻസ്ഫർ ആയപ്പോൾ അവളും ആ നാട്ടിൽ നിന്ന് പോയതാണ്. പിന്നീട് ഇത്രയും വർഷം കഴിഞ്ഞാണ് അവൾ ആര്യയെ കാണുന്നത്. സ്കൂൾ കാലത്ത് രണ്ടുപേരും ഉറ്റ കൂട്ടുകാരികൾ തന്നെയായിരുന്നു. അതിനാൽ സ്കൂൾ കാലത്തെ തൻ്റെ കൂട്ടുകാരിയെ ഒന്നുകൂടെ കണ്ട സന്തോഷത്തിൽ അമ്മാളു പെട്ടെന്ന് മണ്ഡപത്തിനരികിലേക്ക് ചെന്നു. അപ്പോഴാണ് താലി കെട്ടാനുള്ള മുഹൂർത്തമായെന്ന് നമ്പൂതിരി പറയുന്നത് കേട്ടത്. ആര്യ അനൂപിൻ്റെ അരികിലേക്ക് ഇരിക്കുന്നു. അതുകൊണ്ട് അമ്മാളുവിന് അവളോട് ചെന്ന് മിണ്ടാൻ കഴിഞ്ഞില്ല.
എങ്കിലും താലികെട്ടിന് ശേഷം ആര്യയോട് 2 വാക്ക് സംസാരിച്ചിട്ട് വീട്ടിലേക്ക് തിരികെ പോകാമെന്ന് തീരുമാനിച്ച് മണ്ഡപത്തിനരികിൽ ആര്യയെ ഒന്ന് കാണാവുന്ന രീതിയിൽ അമ്മാളു ഒതുങ്ങി നിന്നു. അമ്പലത്തിനോട് ചേർന്നുള്ള മണ്ഡപത്തിൽ തന്നെയാണ് കല്യാണം നടക്കുന്നത്. അവിടെ അനൂപിൻ്റെ അടുത്തായി ഇരിക്കുന്ന ആര്യ ഇതിനിടയിൽ അമ്മാളുവിനെ കണ്ടു. പക്ഷെ എന്തുകൊണ്ടോ അവൾക്ക് അമ്മാളുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ആരൊക്കെ പ്രത്യക്ഷത്തിൽ മാറ്റം വന്നില്ലെങ്കിലും അമ്മാളുവിന് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മാളു നല്ല തടിച്ചു കുട്ടിയായിരുന്നു. പക്ഷെ പിന്നീട് വീട്ടിലെ പ്രാരാബ്ദങ്ങളും അമ്മയെ സഹായിക്കലും ഒക്കെ ആയപ്പോൾ അമ്മാളു മെലിഞ്ഞുണങ്ങിപ്പോയി. എങ്കിലും അവളുടെ സൗന്ദര്യത്തിന് കോട്ടൊന്നും വന്നിട്ടില്ല. ആര്യയ്ക്ക് അമ്മാളുവിനെ മനസ്സിലായില്ലെങ്കിലും അവളെ കണ്ടപ്പോൾ മുതൽ നല്ല പരിചയമുള്ള ആളെപ്പോലെ ആര്യയ്ക്ക് തോന്നി. പിന്നീട് അതേക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലാത്തതിനാൽ അവൾ താലികെട്ടിന് മുൻപുള്ള ചടങ്ങുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അമ്മാളും അതെല്ലാം നോക്കി വിടർന്ന മിഴികളോടെ മണ്ഡപത്തിനരികിൽ നിന്നു. മുഹൂർത്തായി. ഇനി വരൻ വധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കോളൂ. നമ്പൂതിരി അത് പറഞ്ഞതും പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു യുവാവ് അവിടേക്ക് പാഞ്ഞു വന്നു. എൻ്റെ കല്യാണം നടത്താതെ ഇവിടെ ആരും കല്യാണം കഴിക്കണ്ട. അതിന് ഈ ഉണ്ണി സമ്മതിക്കില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി അനൂപിൻ്റെ കല്യാണം. അവിടേക്ക് പാഞ്ഞു വന്ന ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണി ചുറ്റിനും നോക്കി അലറി. മാളിയേക്കൽ തറവാട്ടിലെ ശിവദാസൻ്റെ ആദ്യ ഭാര്യയിലെ മകനാണ് ഉണ്ണികൃഷ്ണൻ. എല്ലാവരും അവനെ സ്നേഹത്തോടെ ഉണ്ണിയെന്നാണ് വിളിക്കുന്നത്. അനൂപ് ശിവദാസൻ്റെ 2ാമത്തെ ഭാര്യയിലുണ്ടായ മകനാണ്. അവന് താഴെ ഇനി ഒരു ആൺകുട്ടി കൂടിയുണ്ട്. അവൻ്റെ പേര് അനിരുദ്ധ് എന്നാണ്. അനി എന്ന് വിളിക്കും. ശിവദാസൻ്റെ ഭാര്യ സരസ്വതി അടുപ്പിൽ നിന്നും ശരീരത്തെ തീ പിടിച്ചാണ് മരിക്കുന്നത്. ആ സംഭവം നടക്കുമ്പോൾ ഉണ്ണിക്ക് 7 വയസ്സ്. അമ്മ കൺമുമ്പിൽ പിടഞ്ഞു മരിക്കുന്ന കണ്ട് സമനില തെറ്റിപ്പോയ ഉണ്ണിക്ക് പിന്നെ ഒരിക്കലും ആ ഭ്രാന്ത് മാറിയിട്ടില്ല. ഉണ്ണിയെ നോക്കാനാണ് ശിവദാസൻ അംബികയെ വിവാഹം കഴിച്ചത്. പക്ഷേ പോകെ പോകെ ശിവദാസനെ മാറ്റിയെടുക്കുകയും അവർക്ക് 2 മക്കൾ ജനിക്കുകയും ചെയ്തു. എങ്കിലും ശിവദാസൻ ഉണ്ണിയോട് സ്നേഹക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഉണ്ണിയെ ഇഷ്ടമില്ലെങ്കിലും ശിവദാസനെ പേടിച്ചിട്ട് പുറമേ അവരൊന്നും പ്രകടിപ്പിക്കാറുമില്ല. ആ ഉണ്ണിയാണ് ഇന്ന് അനൂപിൻ്റെ വിവാഹം ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നത്. മാളിയേക്കൽ തറവാട്ടിലെ ശിവദാസൻ്റെ മൂത്ത മകൻ ഉണ്ണിക്ക് ഭ്രാന്തുണ്ടെന്നുള്ള കാര്യം ആ നാട്ടിൽ പാട്ടാണ്. അമ്മാളുവിനും ഒക്കെ അതേക്കെ അറിയാം. അമ്മയുടെ കൂടെ മാളിയേക്കൽ തറവാട്ടിൽ പോകുന്ന സമയത്ത് മുറിയിൽ അടച്ചിട്ട ഉണ്ണി അവൾ കണ്ടിട്ടുണ്ട്. അവളെ കാണുമ്പോഴൊക്കെ ഉണ്ണി അമ്മാളുവിനെ കൈ വീശി കാണിച്ചു വിളിക്കും. അവൾ ഭയമൊന്നും കൂടാതെ അവൻ്റെ അരിയിലേക്ക് പോവുകയും തൻ്റെ കയ്യിൽ കരുതിയിട്ടുള്ള മിഠായിയും കടുമാങ്ങ അച്ചാറുമൊക്കെ അവന് പങ്കുവെച്ച് കൊടുക്കാറുമുണ്ട്. പക്ഷെ ഒരിക്കൽ അംബിക അത് കണ്ടുപിടിച്ചിട്ട് അവൾക്ക് നല്ല വഴക്ക് കൊടുത്തു. അതിനുശേഷം അമ്മാളുവിന് ഉണ്ണിയുടെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് മാലതി മാളിയേക്കലെ ജോലി നിർത്തിയ ശേഷം അമ്മാളുവിൻ്റെ തറവാട്ടിലേക്കുള്ള പോക്കും നിലച്ചു. എല്ലാവരും ഭ്രാന്തനെന്ന് പറഞ്ഞ് ഉണ്ണിയെ ഒറ്റപ്പെടുത്തി. ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അമ്മാളുവിന് ആ കുഞ്ഞു പ്രായത്തിലും ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. അവനെ അവൾക്ക് തീരെയും പേടിയുണ്ടായിരുന്നില്ല. പക്ഷേ വളർന്നപ്പോൾ ഉണ്ണിയെക്കുറിച്ച് കേൾക്കുന്ന ഓരോ വാർത്തകൾ അറിയാതെ അവളുടെ ഉള്ളിൽ ഭയം വിതറി. മാളിയേക്കൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഉണ്ണിയുടെ അടുത്തേക്ക് പോകുന്ന പേടിയാണ്. ഉണ്ണിയെ നോക്കാൻ നടത്തുന്ന എല്ലാവരും 1 മാസം പോലും തികച്ചു നിൽക്കാതെ ജോലി മതിയാക്കി പോകും. ഭ്രാന്തുള്ളതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരികയും എപ്പോഴെന്ത് ചെയ്യുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സ്വഭാവത്തിന് ഉടമയാണ് ഉണ്ണി. വയസ്സ് 34 ഉണ്ടെങ്കിലും 10 വയസ്സുള്ള കുട്ടികളുടെ കളിയാണവന്. എന്നാൽ കുറുമ്പോ ദേഷ്യമോ ഒന്നും കാണിക്കാതെ ഉണ്ണി അടങ്ങി നിൽക്കുന്നത് അച്ഛൻ ശിവദാസൻ്റെ മുൻപിൽ മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് അവനെ കുളിപ്പിക്കുന്നതും ആഹാരം വാരി കൊടുക്കുന്നതുമൊക്കെ. തൻ്റെ കാലം കഴിഞ്ഞാൽ ആരവനെ നോക്കുമെന്നോർത്ത് ആ അച്ഛന് നല്ല ആദിയുണ്ട്. ഉണ്ണിക്ക് ഭ്രാന്തുള്ളത് കൊണ്ട് അവൻ്റെ സ്വഭാവം എപ്പോൾ മാറുമെന്ന് ആർക്കും പറയാനും കഴിയില്ല. അതുകൊണ്ട് ഉണ്ണിയെ മാളിയേക്കൽ തറവാട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും അധികം കൊണ്ടുപോകാറില്ല. ഇന്ന് പക്ഷേ അനൂപിൻ്റെ വിവാഹം ആയതുകൊണ്ട് അവനെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത്. ഇത്രയും നേരം അച്ഛൻ്റെ അരികിൽ പൂച്ചക്കുട്ടിയെപ്പോലെ നിന്ന ഉണ്ണിയാണ് പെട്ടെന്ന് പുലിയെപ്പോലെ ചീറിപ്പാഞ്ഞ്
ആളുകളുടെ നടുവിൽ വന്ന് ആ കല്യാണം നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഒരുപാട് വാശി പിടിച്ചത്. മോനെ ഉണ്ണി, നീ എന്തായി കാട്ടണത്? ഇനി വരൂ കുട്ടി, നിന്റെ അനിയൻ്റെ കല്യാണമല്ലേ ഈ നടക്കുന്നത്. മുന്നിൽ നിന്ന് നടത്തേണ്ട നീ തന്നെയാണ് ഇങ്ങനെയൊക്കെ തടസ്സം നിൽക്കുന്നത്. ശിവദാസൻ ഉണ്ണിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. അനൂപിൻ്റെ ചേട്ടനല്ലേ ഞാൻ. അപ്പം എൻ്റെ കല്യാണമല്ലേ ആദ്യം. എന്നെ കല്യാണം കഴിപ്പിച്ചിട്ട് മതി ഇവിടെ വേറെ ആരും കല്യാണം കഴിക്കുന്നത്. ഞാൻ പറയുന്ന കേൾക്കാതെ ഇവൻ്റെ കല്യാണം ആരെങ്കിലും നടത്തിയാൽ ആ നിമിഷം അമ്പലക്കുളത്തിൽ ചാടി ഞാൻ മരിക്കും. ഉണ്ണിയുടെ വാക്കുകൾ കേട്ട് ശിവദാസൻ ഞെട്ടിപ്പോയി. ഇതുവരെയും ഉണ്ണി ഇത്തരത്തിലുള്ള സ്വഭാവമൊന്നും കാണിച്ചിട്ടില്ല. ഭ്രാന്തുണ്ടെങ്കിൽ പോലും ഉണ്ണിക്ക് മാളിയേക്കൽ തറവാട്ടിലുള്ള എല്ലാവരെയും അറിയാം. തൻ്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, സഹോദരങ്ങൾ ആരാണ് എന്നൊക്കെ. ചില സമയത്ത് അവൻ്റെ സ്വഭാവം കാണുമ്പോൾ ഒന്നുമില്ല, നല്ല കുട്ടിയാണെന്ന് തോന്നുമെങ്കിലും ആ തോന്നൽ തെറ്റായിരുന്നു എന്ന് തിരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ണിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഒത്തിരി ചികിത്സിച്ചിട്ടും ഉണ്ണിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അനൂപിൻ്റെ കല്യാണത്തിന് മുമ്പ് ഉണ്ണിയുടെ കല്യാണം നടത്തി നോക്കിയാലോ എന്ന് ചർച്ച മാളേക്ക കുടുംബത്തിൽ നടത്തിയതാണ്. ഉണ്ണിയെ ചികിത്സിക്കുന്ന ഡോക്ടറും ആ വഴിയൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഒരുപക്ഷെ ഒരു കല്യാണം കഴിച്ച് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവനെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി വന്നാൽ അവൻ്റെ ഭ്രാന്ത് പൂർണ്ണമായി മാറുമെന്ന്. ഒരുപക്ഷേ ഒരു ചിന്തിച്ചിരുന്നോ? എന്നാൽ ഭ്രാന്തനായ ഉണ്ണിയെ കെട്ടാൻ ഒരു പെൺകുട്ടിയും തയ്യാറായി വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനൂപ് ആര്യയുമായി സ്നേഹത്തിലാകുന്നതും തങ്ങളുടെ വിവാഹം നടത്താൻ വീട്ടിൽ ആവശ്യപ്പെടുന്നത്. ആരൊക്കെ ജാതകദോഷവും ഉള്ളതുകൊണ്ട് ഉടനെ വിവാഹം വേണമെന്നുള്ളതുകൊണ്ടും അനൂപിന് വയസ്സ് 26 കല്യാണം നടത്താമെന്ന് മാളിയേക്ക കുടുംബം തീരുമാനിച്ചു. അതിനിടയിലാണ് ഉണ്ണി ഇടംകോലിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള ഉണ്ണിയുടെ കടന്നുവരവും അവൻ്റെ ആഘോഷങ്ങളും കണ്ട് അമ്മാളു ഭയന്നു വിറച്ച് മണ്ഡപത്തിനരികിൽ നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് അവൾ ഉണ്ണിയെ നേരിൽ കാണുന്നത്. നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ഉണ്ണി? നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമുള്ള പെൺകുട്ടിയെ അച്ഛന് കണ്ടെത്താൻ കഴിയാഞ്ഞുകൊണ്ടല്ലേ? അങ്ങനൊരു പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ അച്ഛൻ ഉറപ്പായും ഉണ്ണിയുടെ കല്യാണം നടത്തി തരുമായിരുന്നു. ഇപ്പോൾ ഉണ്ണി നല്ല കുട്ടിയായി ഇവിടെ മിണ്ടാതെ നിൽക്കണം. അനൂപിൻ്റെ കല്യാണം നല്ലപോലെ നടക്കട്ടെ. അത് കഴിഞ്ഞ് അച്ഛൻ ഉണ്ണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ടായാലും ഉണ്ണിക്കുള്ള പെൺകുട്ടിയെ അച്ഛൻ കണ്ടെത്തി കൊണ്ടുവന്ന് തരും. ശിവദാസൻ ഉണ്ണിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. പറ്റില്ലച്ചാ, എൻ്റെ കല്യാണം ഇപ്പോൾ ഈ നിമിഷം തന്നെ നടക്കണം. ഉണ്ണിക്ക് സ്നേഹിക്കാനും ഉണ്ണിയെ സ്നേഹിക്കാനും ഒരാൾ ഉണ്ണിക്ക് വേണോ അച്ഛാ? അച്ഛൻ എപ്പോഴും എൻ്റെ അടുത്തിരിക്കാൻ കഴിയാറില്ലല്ലോ. ഉണ്ണിയുടെ മുറിയിൽ ഉണ്ണി എപ്പോഴും തനിച്ചാണ്. അതുകൊണ്ട് ഉണ്ണിക്കൊരു കൂട്ട് വേണം. ഉണ്ണിക്കൊരു പെണ്ണിനെ കിട്ടിയിട്ട് മതി വേറെ ആർക്കും. എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അത് പറയുമ്പോൾ ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇങ്ങനെ വാശി പിടിക്കില്ലേ മോനെ? നിന്റെ കല്യാണം ഞാൻ ഇപ്പോൾ എങ്ങനെ നടത്താനാണ്? അതുകൊണ്ട് വെറുതെ കൊച്ചു കുട്ടികളെപ്പോലെ വാശി പിടിക്കാതെ ഇങ്ങോട്ട് വന്ന് നിൽക്കുണ്ണി. ശിവദാസൻ ഉണ്ണിയെ ബലമായി അവിടുന്ന് പിടിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ അയാളെ സഹായിക്കാനായി ശിവദാസൻ്റെ അളിയന്മാരും അടുത്തേക്ക് വന്നു. ഇല്ല, ഞാൻ വരില്ല. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അനൂപിൻ്റെ കല്യാണം ഞാൻ നടത്തില്ല. എൻ്റെ കല്യാണം നടക്കാതെ ഇവിടെ ആരും കല്യാണം കഴിക്കണ്ട. ഉണ്ണിക്ക് ഉണ്ണിയെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ കിട്ടും. അവൻ്റെ വാക്കുകൾ ഒരു ഭ്രാന്തൻ്റെ ജൽപ്പനങ്ങൾ പോലെയാണ് മറ്റുള്ളവരുടെ കാതിൽ പതിഞ്ഞത്. ഈ ഭ്രാന്താള ചെക്കനെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ച് വന്നത്? ഈ കല്യാണങ്ങാനും ഈ ചെറുക്കൻ കാരണം മുടങ്ങിപ്പോകുമെന്നാണ് എൻ്റെ പേടി. അംബികയുടെ സഹോദരി അവരുടെ കാതുകളിൽ മന്ത്രിച്ചു. ഈ കിറുക്കൻ ചെറുക്കനെ മുറിയിൽ പൂട്ടിയിടാൻ ഞാൻ അങ്ങേരോട് പറഞ്ഞതാ. എന്നിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കണ്ടേ? അവനെ കെട്ടിയൊരുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ മനുഷ്യൻ ഒറ്റ ഒരുത്തനാണ്. അവനെങ്ങാനും എൻ്റെ മോൻ്റെ കല്യാണം മുടക്കിയാൽ ഇന്ന് ഞാൻ അവൻ്റെ കൈയും കാലും അടിച്ചോടിക്കും. അംബിക തൻ്റെ സഹോദരി അനിതയോട് പറഞ്ഞു.
ഇതിനിടയിൽ ശിവദാസനും അളിയന്മാരും ചേർന്ന് ഉണ്ണിയെ അവിടുന്ന് പിടിച്ചോണ്ട് പോകാൻ നോക്കുവാണ്. ഇതെല്ലാം കണ്ട് മണ്ഡപത്തിൽ പകച്ചു നിൽക്കുവാണ് അമ്മാളു. കതിർ മണ്ഡപത്തിലിരിക്കുന്ന അനൂപും ആര്യയുമൊക്കെ അവൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ഭയന്നിരിക്കും. ഭ്രാന്ത് മൂത്ത് ആ ചെക്കൻ എന്തെങ്കിലും ചെയ്ത് കല്യാണം കുളമാക്കുമോ എന്ന് അവർക്ക് ഭയമുണ്ട്. ഉണ്ണി തൻ്റെ സർവ്വശക്തിയും സംഭരിച്ച് എല്ലാവരുടെയും പിടിപിടിപ്പിക്കുവാൻ നോക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് അവൻ്റെ കണ്ണുകൾ അമ്മാളു നിൽക്കുന്നിടത്തേക്ക് ചെന്നത്. പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഓർമ്മകൾ കടന്നുപോയി. അച്ഛാ, എൻ്റെ പെണ്ണ് ഇവിടെയുണ്ട്. ഉണ്ണിയുടെ ഭാര്യയാകാൻ, ഉണ്ണിയെ സ്നേഹിക്കാൻ ഉണ്ണിയുടെ പെണ്ണ് ഇവിടെ തന്നെയുണ്ട്. അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്. എനിക്കെൻ്റെ പെണ്ണിനെ ഇപ്പം തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോകണം. അതും പറഞ്ഞുകൊണ്ട് ഉണ്ണി എല്ലാവരുടെയും കൈകൾ ഒരു നിമിഷം കൊണ്ട് കുടഞ്ഞെറിഞ്ഞു. അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സംഭവം അവിടെ അരങ്ങേറി. ശിവദാസൻ്റെയും അളിയന്മാരുടെയും പിടിപിടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞ ഉണ്ണി അമ്മാളുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. അമ്മാളു, നീ എന്നെ കല്യാണം കഴിക്കില്ലേ? എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. ഇവരാരും നമ്മുടെ കല്യാണം നടത്തി തരില്ല അമ്മാളു. അതുകൊണ്ട് നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. അത്രയും പറഞ്ഞുകൊണ്ട് ഉണ്ണി അവളെയും പിടിച്ചു വലിച്ച് കതിർ മണ്ഡപത്തിലേക്ക് കയറി ചെന്നു. അതിനുശേഷം നമ്പൂതിരിയുടെ കയ്യിലിരുന്ന മഞ്ഞ ചരടിൽ കോർത്ത താലി ഉണ്ണി പിടിച്ചു വാങ്ങി അമ്മാളുവിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. ഉണ്ണിയുടെ ചോദ്യവും പറച്ചിലും പ്രവൃത്തിയുമെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് കഴിഞ്ഞത്. അതിനാൽ പെട്ടെന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ എല്ലാവരും ഞെട്ടി നിൽക്കുവാണ്. അമ്മാളുവിൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. കല്യാണം കാണാൻ വന്ന താനിപ്പോൾ മാളിയേക്ക തറവാട്ടിലെ ഭ്രാന്തനായ ഉണ്ണിയുടെ ഭാര്യയായിരിക്കുന്നു. അവൾക്ക് ആ സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അമ്മാളു ഞെട്ടി വിറച്ച് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്കും ഉണ്ണിയുടെ മുഖത്തേക്കും നോക്കി. തുടരും. അടുത്ത പാർട്ട് തീരും കേട്ടോ.